ടു ഡസ് ഹാവ് മുതലായ ഓക്സിലറി വെർബ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കും. പക്ഷേ ഓക്സിലറീസ് അല്ലെങ്കിൽ ക്യാൻ, മേ, ഷുഡ്, കുഡ് പോലെയുള്ള ഓക്സിലറീസ് ഹാവ് ഒക്കെ യൂസ് ചെയ്ത് ഒന്നിച്ച് രണ്ട് ഓക്സിലറീസൊക്കെ ഒന്നിച്ച് വരുമ്പോൾ എങ്ങനെയാണ് അതൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് സാധാരണ എല്ലാവരും സംശയിക്കാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കേണ്ടത് ഏറ്റവും എളുപ്പമുള്ള ശൈലിയിൽ, ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ എങ്ങനെയാണ് നമുക്കിങ്ങനെ ഓക്സിലറീസൊക്കെ മിക്സ് ചെയ്തിട്ട് എങ്ങനെ സംസാരിക്കാമെന്ന് ഒന്ന് നോക്കാം. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പം നിനക്കത് വേണം, അത് മസ്റ്റായിട്ട് വേണം, അല്ലെങ്കിൽ ഇന്നത് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഷുഡ് ഹാവ് അല്ലെങ്കിൽ മസ്റ്റ് ഹാവ് യൂസ് ചെയ്യാം. ഇപ്പോൾ പറയാണ്, നിനക്കതിന് ഇംഗ്ലീഷിൽ നല്ല അറിവുണ്ടായിരിക്കണം. യു ഷുഡ് ഹാവ് ഗുഡ് നോളജ് ഇൻ ഇംഗ്ലീഷ്. നിനക്ക് ആ വിഷയത്തിൽ നല്ല പ്രാവീണ്യം ഉണ്ടായിരിക്കണം എന്ന് പറയാണ്. യു ഷുഡ് ഹാവ് ഗുഡ് നോളജ് ഇൻ ഇംഗ്ലീഷ്. എന്നാൽ നമുക്കൊരു കാർ ഉണ്ടായിരിക്കണം, അത് വേണം, നമുക്കൊരു കാർ ഉണ്ടായിരിക്കണം. വി മസ്റ്റ് ഹാവ് എ കാർ. വി മസ്റ്റ് ഹാവ് എ കാർ. നമുക്ക് ആശയവിനിമയം ചെയ്യുവാനുള്ള കഴിവുണ്ടാവണം. വി മസ്റ്റ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പം ഷുഡ് ഹാവും മസ്റ്റ് ഹാവും ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു കാര്യം വേണം എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഈ രണ്ടും ഉപയോഗിക്കാം. അപ്പം മസ്റ്റ് എങ്ങനെ ഉപയോഗിക്കുമെന്നും ഷുഡ് എങ്ങനെ ഉപയോഗിക്കുമെന്നും ഹാവ് എങ്ങനെ യൂസ് ചെയ്യുമെന്നും നമുക്കറിയാം. പക്ഷേ മസ്റ്റ് ഹാവ്, ഷുഡ് ഹാവ് ഇതെങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നല്ല അറിവുണ്ടായിരിക്കണം. യു ഷുഡ് ഹാവ് ഗുഡ് നോളേജ് ഇൻ ഇംഗ്ലീഷ്. നമുക്ക് ഒരു കാർ ഉണ്ടായിരിക്കണം. വി മസ്റ്റ് ഹാവ് എ കാർ. അപ്പോൾ അവിടെ നമുക്ക് എന്നുള്ളതിന് വി ആണെന്നും കാർ നമുക്കറിയാം. അപ്പോൾ അവിടെ അതിനിടയ്ക്ക് മസ്റ്റ് ഹാവ് ചേർക്കുമ്പോഴത്തേനും അത് നല്ലൊരു കംപ്ലീറ്റ് സെൻസിലേക്ക് മാറുകയാണ്. നമുക്ക് ആശയവിനിമയം ചെയ്യാനുള്ള കഴിവ് വേണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണല്ലോ ആശയവിനിമയത്തിലുള്ള കഴിവെന്ന് പറയുന്നത്. അപ്പോൾ വി മസ്റ്റ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പോൾ ഇവിടെ ആ മസ്റ്റ് ഹാവും അല്ലെങ്കിൽ ഷുഡ് ഹാവിൻ്റെയും യൂസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഈ സെയിം കാര്യം തന്നെ, അതായത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഊഹിച്ചുകൊണ്ട്, അതായത് ഏതെങ്കിലും ഒരു നിഗമനം പറഞ്ഞുകൊണ്ട് ഉണ്ടായിരിക്കണമെന്ന് പറയാനും നമുക്ക് മസ്റ്റ് ഹാവ് ഉപയോഗിക്കാം. ഇപ്പോൾ അയാൾക്ക് മിക്കവാറും ഒരു കുട്ടി കാണും. അയാളെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നത് അയാൾക്കൊരു കുഞ്ഞുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അയാൾക്ക് മിക്കവാറും ഒരു കുട്ടി ഉണ്ടാവും. ഷീ അല്ലെങ്കിൽ ഹി മസ്റ്റ് ഹാവ് എ ചൈൽഡ്. ഹി മസ്റ്റ് ഹാവ് എ ചൈൽഡ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞതിന് പകരം നമ്മൾ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്നിൽ പറയാനായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു നമുക്കൊരു കാർ ഉണ്ടായിരിക്കണം. വി മസ്റ്റ് ഹാവ് എ കാർ അല്ലെങ്കിൽ വി ഷുഡ് ഹാവ് എ കാർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്നാൽ നമുക്കൊരു കാർ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ അത് ഷുഡ് ഹാവ് മാറിയിട്ട് അവിടെ വി ഷുഡ് ഹാവ് ഹാഡ് എ കാർ എന്നാവും. ഓക്കെ, ഷുഡ് ഹാവ് ഹാഡ് എ കാർ. ഓക്കെ, ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. നിങ്ങളുടെ കൈവശം ആവശ്യത്തിന് പണം ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് ഹാഡ് ഇനഫ് മണി. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്ന് പറയാൻ ഷുഡ് ഹാവ് ഹാഡ് യൂസ് ചെയ്യണം. ഓക്കെ, ഉണ്ടായിരിക്കണം എന്ന് പറയാൻ ഷുഡ് ഹാവ് ആണെന്ന് നമ്മൾ പഠിച്ചു. നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് ഹാഡ് എ കമ്പ്യൂട്ടർ. യു ഷുഡ് ഹാവ് ഹാഡ് എ കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഷുഡ് ഹാവിൻ്റെയും ഷുഡ് ഹാവ് ഹാഡിൻ്റെയും യൂസാണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയാൻ മസ്റ്റ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്ന് പറയാൻ ഷുഡ് ഹാവ് ഹാഡ് നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള പെട്ടെന്ന് പഠിക്കേണ്ട ട്രിക്സ് ആൻഡ് ടിപ്സ് ഉൾപ്പെടുന്ന ക്ലാസ്സുകളാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ട് എടുക്കുന്ന ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ലഭ്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഇത്
അയക്കാനും ഷെയർ ചെയ്യാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന എക്സർസൈസ് പ്രത്യേകമായിട്ട് നിങ്ങൾ ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ. എന്നാൽ ഇവിടെ നമ്മൾ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയുന്നതെല്ലാം പരസ്പരം ബന്ധമുണ്ട്. ചെയ്യാൻ സാധിക്കുമായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല എന്ന് പറയില്ലേ. ചില കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിക്കുമായിരുന്നു, എനിക്ക് പോകാൻ സാധിക്കുമായിരുന്നു പക്ഷെ പോയില്ലെന്നാണ് അവിടുത്തെ ഉദ്ദേശം. അങ്ങനെ പറയാനായിട്ട് നമുക്ക് എന്താണ് ഉപയോഗിക്കുന്നത് നോക്കൂ, കുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ചെയ്യുവാൻ ഇപ്പോൾ എനിക്ക് പോകുവാൻ സാധിക്കുമായിരുന്നു, ഐ കുഡ് ഹാവ് ഗോൺ ദെയർ, എനിക്കവിടെ പോകാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ അവിടെ എന്നുള്ളതിന് ദെയറാണ്, പോകുക എന്നുള്ളത് ഗോയാണ്, എനിക്കെന്നുള്ളത് ഐ ആണ്. ഐ കുഡ് ഹാവ് ഗോൺ. അപ്പോൾ കുഡ് ഹാവ് എന്നുള്ളത് ഒരു യൂസ് പോലെ പഠിച്ചു വെക്കുക. അവിടെ അതിൻ്റെ കൂടെ V3 ഉപയോഗിച്ചാൽ മതി. ഗോയുടെ V3 ഗോൺ ആണല്ലോ. ഐ കുഡ് ഹാവ് ഗോൺ ദെയർ. എന്നാൽ അവൻ അമ്മയെ സഹായിക്കാൻ സാധിക്കുമായിരുന്നു, ഹി കുഡ് ഹാവ് ഹെൽപ്ഡ് ഹിസ് മദർ. അപ്പോൾ അവൻ്റെ അമ്മയെ സഹായിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ എനിക്ക് ആ ജോലി പൂർത്തിയാക്കുവാൻ സാധിക്കുമായിരുന്നു, ഐ കുഡ് ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക്. ഐ കുഡ് ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക്. ഓക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ കുഡ് ഹാവ് പ്ലസ് V3 എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യുവാൻ സാധിക്കുമായിരുന്നു എന്ന് പറയാനാണ്. ഇവിടെ മനസ്സിലാക്കുക, എനിക്കവിടെ പോകാൻ സാധിക്കുമായിരുന്നു, ഐ കുഡ് ഹാവ് ഗോൺ ദെയർ. അവൻ്റെ അമ്മയെ സഹായിക്കുവാൻ സാധിക്കുമായിരുന്നു, ഹി കുഡ് ഹാവ് ഹെൽപ്ഡ് ഹിസ് മദർ. എനിക്ക് ആ ജോലി പൂർത്തിയാക്കുവാൻ സാധിക്കുമായിരുന്നു, ഐ കുഡ് ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മസ്റ്റ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് ഹാഡ്, കുഡ് ഹാവ് പ്ലസ് V3 ഈ 3 പഠിച്ചത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ശൈലി ഉപയോഗിച്ച് തന്നെ മനസ്സിലാക്കി പോവുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് പിടികിട്ടും. അപ്പോൾ നമുക്ക് എക്സർസൈസ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അവൾക്ക് നന്നായി പഠിക്കുവാൻ സാധിക്കുമായിരുന്നു. അവൾക്ക് നന്നായി പഠിക്കുവാൻ സാധിക്കുമായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അവനോട് ചോദിക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നു. അവനോട് ചോദിക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, നിന്റെ കൈവശം ഒരു ബുക്ക് കൂടി ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. നിന്റെ കൈവശം ഒരു ബുക്ക് കൂടി ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കണം. നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കണം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസം ഉണ്ടായിരിക്കണം. നിങ്ങളിൽ തന്നെ എന്ന് പറയുമ്പോൾ യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പം ഇപ്പോൾ പറഞ്ഞ ഈ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു, ചെയ്യുവാൻ സാധിക്കുമായിരുന്നു എന്ന വ്യത്യസ്തമായ ശൈലികൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഏതെങ്കിലും രീതിയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഒപ്പം തന്നെ മാക്സിമം പേരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. മസ്റ്റ് ഹാവ് ഓർ ഷുഡ് ഹാവ് ഹാഡ്, കുഡ് ഹാവ് പ്ലസ് V3 ഈ ഒരു 3 ശൈലികൾ നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ എക്സസൈസുകൾ കൂടി അവിടെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.